രണ്ടാമത്തെ ബുദ്ധിമുട്ട് പലരും മുട്ട് മാറ്റി വയ്ക്കാൻ പേടിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തിരിക്കാൻ പറ്റില്ല. സത്യം തന്നെയാണ്. നമ്മൾ 2 ടൈപ്പ് ഇംപ്ലാന്റ്സ് ഉണ്ട് നമുക്ക് മുട്ടിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യാവുന്നത്. ഒന്ന് ഹൈ ഫ്ലെക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഫുള്ളായിട്ട് മടങ്ങി വരാവുന്നതും, പിന്നെ ഫുൾ മടങ്ങി വന്നാലും നമ്മുടെ ഉള്ളിൽ സപ്പോർട്ടോടുകൂടി മടങ്ങി വരുന്നത്. അതായത് ഹിഞ്ച്, നമ്മളിപ്പോൾ വാതിലിനും ജനാലിലൊക്കെ ഹിഞ്ച് എന്ന് പറയില്ലേ, അതേപോലത്തെ ഹിഞ്ചഡ് ആയിട്ടുള്ള നീസ് ഉണ്ട്, ഹിഞ്ചഡ് അല്ലാത്ത നീസ് ഉണ്ട്. ശരിക്കും ഹിഞ്ചഡ് അല്ലാത്ത ഫുള്ളി മൊബൈലായിട്ടുള്ള നീസാണ് നമുക്ക് നടക്കാനൊക്കെ ഏറ്റവും ബെറ്റർ. പക്ഷേ മസിലുകൾ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഹിഞ്ചഡ് നീ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ കേടുപാടുകൾ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യം വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഹിഞ്ചഡ് നീ കൊടുക്കുക. ഈ ഹിഞ്ചഡ് നീ കൊടുക്കുന്നതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തേയ്മാനം കൂടുതൽ സംഭവിക്കും. അത് മെറ്റാലിക് പാർട്ട് കിടന്ന് വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിലത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹിഞ്ചഡ് നീ വേണം എന്നാണ് പൊതുവെ ഒരു ധാരണ. നിർബന്ധമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാർക്ക് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഓസ്ട്രേലിയക്കാരനാണ്. പുള്ളിക്കാരൻ്റെ സർജറി കഴിഞ്ഞു, പുള്ളിക്കാരൻ്റെ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞു. പുള്ളി നിലത്തിരിക്കും. പുള്ളിക്ക് ഹിഞ്ചഡ് നീ അല്ല യൂസ് ചെയ്തേക്കുന്നത്, ഫുള്ളി മൊബൈലായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള, അത് വേറെ കൺസ്ട്രെയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സെയിം നീ തന്നെയാണ് പുള്ളിക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് പുള്ളിക്ക് ഇരിക്കാൻ പറ്റുന്ന വെച്ചാൽ മുട്ടിൻ്റെ മേൽഭാഗത്തുള്ള മസിൽസും താഴ്ഭാഗത്തുള്ള മസിൽസും നട്ടലിൻ്റെ ചുറ്റുള്ള മസിൽസും സ്ട്രോങ് ആണ്. അത് സർജറിക്ക് മുന്നേ അവരത് ചെയ്തു, സ്ട്രെങ്തൻ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു. സർജറി കഴിഞ്ഞിട്ടും അവർ ഉടനെ തന്നെ മൊബിലൈസ് ചെയ്യാനുള്ള പരിപാടികളും മുട്ട് മടക്കാനുള്ള പരിപാടികളും ഇതൊക്കെ ചെയ്തു. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ്. ഇപ്പോൾ പുള്ളി ജോഗിങ്ങിനൊക്കെ പോകണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ ഒരു മുട്ട് മാറ്റി വെച്ച ഒരാളാണ് ഓടുന്നത്. നമ്മുടെ നാട്ടിൽ എത്ര പേര് മുട്ട് മാറ്റി വെച്ചിട്ട് ഓടുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി ഒരു നല്ല അടിപൊളി ബെൻസുകാരാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാന്ന് വിചാരിക്കുക. അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് വേണ്ടത്. അത് എനക്കാതെ വെക്കരുത്. ബെൻഡ് ആവാത്ത പ്രശ്നം, നിലത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും.